രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷെ ജോലി കിട്ടിയില്ല എങ്കിലുള്ള കാര്യം. ഉണ്ണിയേട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഉണ്ണിയേട്ടാ, പൂജാമുറിലൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോ. ദൈവവിശ്വാസം കുറവാണെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഒന്ന് കയറി പ്രാർത്ഥിച്ചു. പോകുമ്പോ ഞാനും അമ്മയും ഒരുപോലെ ഉമ്മറപ്പടിയിൽ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തോന്നാത്തൊരു ടെൻഷൻ അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും എന്താകും എന്നൊരു ഭയം കൂടിക്കൂടി വന്നു. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാരെയും പോലെ വിദേശത്ത് പോയി ജോലി നോക്കാൻ തുടങ്ങിയാൽ കഴിഞ്ഞു പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. ഉണ്ണിയേട്ടന്റെ മനസ്സിൽ അങ്ങനെയും ചില പ്ലാനുകളുണ്ട്. പിരിഞ്ഞു നിന്ന് ജീവിക്കുന്നതും ഒരുപക്ഷെ ജീവിക്കാത്തതും എല്ലാം ഒരുപോലെ തന്നെയാണ്. 3 മണിയായപ്പോ എല്ലാം കഴിഞ്ഞ് ഉണ്ണിയേട്ടൻ വീട്ടിലെത്തി. ആ മുഖം ഇന്നലത്തെക്കാളും ദയനീയമായിരുന്നു. എന്തായി ഉണ്ണിയേട്ടാ, ഇന്റർവ്യൂവിന് പോയിട്ട്? നടന്നില്ല, വേറെ ആരോ സെലക്ട് ആയി. എന്താ, തന്റെ മുഖത്ത് ഇന്നലത്തെ പോലെ ഒരു പുഞ്ചിരിയൊന്നുമില്ലല്ലോ? ടെൻഷനായി തുടങ്ങിയോ? ടെൻഷനൊന്നുമില്ല. ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വരുമാനമാണല്ലോ. ആ, അങ്ങനെ കൂടെ നോക്കണം. ഏതായാലും ഞാൻ ദീപകിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വിചാരിച്ച ദുബായിലേക്ക് ഒരു വിസ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഹേ, ദുബായിക്ക് പോവാണോ? അത് കേട്ട സമയത്ത് തന്നെ എന്റെ നെഞ്ചൊന്ന് പാളി. പുറത്തു പോകണ്ട, നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കിയാ പോരെ? എടോ, താനും കണ്ടതല്ലേ, ഇനി ഇവിടെ നിന്നാൽ നല്ല ജോലിയൊന്നും കിട്ടത്തില്ല. വെറുതെ ഇങ്ങനെ കിടന്ന് അലയാനേ പറ്റുള്ളൂ. ജോലി പോയതിനേക്കാൾ വിഷമാണ് പുറത്തു പോകുന്നെന്ന് പറയുന്നത്. 2 മാസം കാണാതിരുന്നപ്പോ തന്നെ ഞാനൊന്ന് അനുഭവിച്ചതാണ്. ഇനിയൊരു പോക്ക് ഒരുപക്ഷെ എനിക്ക് താങ്ങാൻ കഴിയില്ല. മനസ്സിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നത് പോലെ, എനിക്കെന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്ന പോലെ. ജീവിതത്തിൽ എന്നെപ്പോലെ പലരും ഇതേപോലുള്ള സിറ്റുവേഷൻ അനുഭവിച്ചവരായിരിക്കും. ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, ആരോടും പരാതിയുമില്ല. കാരണം ജീവിതം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം സ്വാതന്ത്ര്യപ്പെടുത്തിയ മറ്റൊരു വാചകം ഈ ഭൂമിയിലില്ല. ഉണ്ണിയേട്ടൻ അലമാരയിൽ നിന്നും പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം എടുത്തു നോക്കുമ്പോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താലോചിക്കാനാണ് കീർത്തി? പൈസ കൊടുത്തില്ലേ, അന്നത്തെ പോലെ പാതിരാത്രി ഗുണ്ടകൾ കയറി നിരങ്ങും. ബാങ്ക് ലോൺ ഇതുവരെ അടച്ചിട്ടില്ല. കൊടുക്കാനുള്ള പല കാര്യങ്ങളും പിന്നെ ഇരട്ടി പലിശയും കൊടുക്കേണ്ടി വരും. അത് കേട്ടപ്പോ തന്നെ പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ ദീപകിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഉണ്ണിയേട്ടൻ പുറത്തേക്ക് പോയി. ഉണ്ണിയേട്ടൻ ദുബായിൽ പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറയുമ്പോ, അല്ലാതെ എന്ത് ചെയ്യാൻ മോളെ, ഇവിടെ നിന്ന് തെക്ക് വടക്ക് നടക്കാനല്ലേ പറ്റൂ. അവൻ പോകുന്നേ പോട്ടെ, നീ എതിരൊന്നും പറയാൻ നിൽക്കണ്ട. കടമെല്ലാം തീർത്തിട്ട് ഇവിടെ വന്ന് നിൽക്കട്ടെ. എങ്കിൽ പിന്നെ ഇത്രയും വിഷമം നമുക്കില്ലല്ലോ. നീ അതുകൂടി ചിന്തിക്ക്. എന്റെ ജീവിതത്തിൽ ഒരു സുഖമുണ്ട് എങ്കിൽ പിന്നൊരു ദുഃഖവും ഞാൻ സഹിക്കണം. ജീവിതത്തിൽ എപ്പോഴും വരാറുള്ളത് പോലെ ഒഴിച്ച് ഇതിങ്ങനെ പോയത് സമാധാനിക്കാം. ഇനി എന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. എന്തും സഹിക്കാൻ, എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ ഞാൻ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു. മുറിയിലെ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉണ്ണിയേട്ടന്റെ ബൈക്കിന്റെ സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ചെന്നു. മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് ഉണ്ണിയേട്ടന്റെ മുഖത്ത് സങ്കടവുമല്ല സന്തോഷമല്ല, ഒന്നുമല്ലാത്തൊരു ഭാവം. ദീപകിനെ കണ്ടു. 1 മാസത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് അവൻ പറഞ്ഞിരുന്നു. കമ്പനി വിസ ആയതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്താൽ മതി. ഫുഡും അക്കോമഡേഷനും എല്ലാം കമ്പനി തരും. പിന്നെ ലേബർ ക്യാമ്പിൽ കിടക്കുന്നത് മാത്രമാണ് കഷ്ടം. അത് കേട്ട സമയത്ത് ഉണ്ണിയേട്ടന്റെ മുഖത്തുണ്ടായിരുന്ന അതേ ഭാവം എന്റെ മുഖത്തും വന്നു. സങ്കടവുമല്ല സന്തോഷവുമല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളിച്ചേ മതിയാകൂ. വന്നിട്ട് ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, ഉണ്ണിയേട്ടനകത്തേക്ക് വാ. ഇനി എത്ര ദിവസം ഇതേപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഓരോ ദിവസവും അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ. ഞാൻ ഒന്നും സംസാരിക്കാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്താ കീർത്തി, നീ ഒന്നും സംസാരിക്കാതെ? മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. ഇനി നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പോയി വരുമ്പോ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ രുചി പോലും ഒരുപക്ഷെ എന്റെ നാവിൽ നിന്ന് പോകും. അതാലോചിക്കുമ്പോ ഒരു വിഷമം. നമുക്കെല്ലാം വേണമല്ലോ കീർത്തി, നീ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. ആ ചോറിന്റെ മുൻപിൽ നിന്നും ഞാൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ കാണാതെ വേണം പോകാൻ. അല്ലെ ആ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അന്നത്തെ ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും സൈലന്റ് ആയിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആരുടെയും മുഖത്തൊരു സന്തോഷമില്ല. ഈ വീട്ടിൽ വന്നു കയറി ഇത്രത്തോളം കാലം ഞാൻ ഇങ്ങനെ ഒരു ഏകാന്തത അനുഭവിച്ചിട്ടില്ല. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഉണ്ണിയേട്ടനോട് ചോദിച്ചു, നിങ്ങക്ക് വേറെ എന്തെങ്കിലും ജോലി ട്രൈ ചെയ്തൂടെ? പുറത്തു പോയി ജോലി ചെയ്യേണ്ട അത്രയും പ്രാരാബ്ദമൊന്നും നമുക്കില്ലല്ലോ. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാനും നോക്കാം.
ഒരുപക്ഷെ രണ്ടുപേർക്കും ജോലിയുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തന്നെ നിന്നൂടെ? അത് കേട്ടതും ഉണ്ണിയേട്ടൻ എന്നോടൊന്നും പറയാതെ കട്ടിൽ വന്ന് കിടന്നു. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. എന്തെങ്കിലും ഉണ്ണിയേട്ടന്റെ മനസ്സിലും കാണും എന്നെനിക്ക് തോന്നി. കട്ടിൽ വന്ന് കിടന്ന് മുഖാമുഖം നോക്കാതെ മേൽപോട്ട് നോക്കി അങ്ങനെ തന്നെ കിടന്നു. ഒരുപാട് ചിന്തകളും വിഷമങ്ങളും ഉള്ള സമയത്ത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. മേൽപോട്ട് നോക്കി കിടന്ന് അങ്ങനെ ചിന്തിക്കും. പിന്നീട് ആ ചിന്തകളെല്ലാം വെറും പാഴാണെന്ന് തോന്നി തുടങ്ങുമ്പോൾ സംസാരിച്ചു തുടങ്ങും. നാളെ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി തരുമോ? ഏ, ഇപ്പൊ എവിടെ നിന്ന് ഈ ബിരിയാണി പൂതിയൊക്കെ? ഹാ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, നാളെ കാർത്തിക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. അമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ല. കല്യാണം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞല്ലേ അവളെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. അത് കേട്ടതും ഉണ്ണിയേട്ടൻ ഓക്കെ പറഞ്ഞു. എന്റെ അനിയത്തിയാണ് കാർത്തിക. അവൾ തൊട്ടടുത്ത ടൗണിലെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അവളെ ഒന്ന് കാണുകയും ചെയ്യാം, പിന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്യാം എന്നെന്റെ മനസ്സിൽ തോന്നിയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഉറങ്ങിക്കിടന്ന ഉണ്ണിയേട്ടനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. ഞാൻ ബിരിയാണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിയേട്ടൻ അടുക്കളയിലേക്ക് വന്നു. ഓരോ കാര്യങ്ങളും ഉണ്ണിയേട്ടൻ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പുറത്തേക്ക് അതിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. ക്യാഷിനിട്ട് നെയ്യിലിട്ട് മൂപ്പിക്കുമ്പോൾ എന്റെ വായിൽ കപ്പലോടുന്നുണ്ടായിരുന്നു. എന്റെ നോട്ടം കണ്ടപ്പോ തന്നെ ഉണ്ണിയേട്ടൻ മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടിൽ നിന്നും ഒരെണ്ണം എടുത്ത് എന്റെ വായിൽ വെച്ച് നിന്നു. ഉണ്ണിയേട്ടൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. അവസാനം ഒരു വാഴയിലയിൽ കുറച്ച് ചോറും കറിയും എല്ലാം ദം ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി എന്റെ കയ്യിൽ തന്നു. ഇന്നാ ഇത് കൊണ്ടുപോയി അവൾക്ക് കൊടുത്തിട്ട് വാ. വന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഏകദേശം 10:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ വേഗത്തിൽ സ്കൂട്ടർ എടുത്ത് അവളുടെ ഓഫീസിലേക്ക് പോയി. കുറെ കാലം കഴിഞ്ഞ് അവളെ കാണുന്നത് കൊണ്ട് തന്നെ ഏറെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. വീട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം. എടി, നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ. അവിടെ ഒരു ദിവസം വന്ന് നീക്കി. കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങളെല്ലാം എന്നെ മറന്നു അല്ലേ? ആഹാ, അങ്ങനെ മറക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ ചേച്ചിയുടെ അടുത്ത് തന്നെ വിളിച്ചു പറയുമായിരുന്നോ? അവളുമായി സംസാരിച്ച് നിന്നപ്പോഴാണ്. അപ്പോഴേക്കും സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു. ഉണ്ണിയേട്ടൻ എന്നെ കാത്തിരിക്കുവാണല്ലോ. ഞാൻ വീട്ടിലെത്തിയപ്പം ഏകദേശം 1 മണിയായിരുന്നു. അമ്മ നേരത്തെ കഴിച്ചിട്ട് പുറത്തേക്ക് പോയി. ഇനി കഴിക്കാൻ ഞാനും ഉണ്ണിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഇന്നേതായാലും ഒരു സ്പെഷ്യൽ ബിരിയാണി അല്ലേ? അപ്പോ ചെറിയൊരു വാഴയില വെട്ടി അതിൽ അച്ചാറും സലാഡും പിന്നെ പപ്പടവും അതെല്ലാം കഴിഞ്ഞപ്പോ ചോറും കറിയും വിളമ്പി. എല്ലാം കൂടി ഒന്ന് കുഴച്ച് ആദ്യത്തെ ഉരുള ഏട്ടന്റെ വായിൽ വെച്ച് കൊടുത്തു. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കില്ലല്ലോ. അതൊക്കെ ഓർത്തപ്പോ വിഷമം വന്നു. അപ്പൊ തന്നെ ഒരു പിടി ചോറ് ഉണ്ണിയേട്ടൻ എന്റെ വായിൽ വെച്ച് തന്നു. അത് കഴിച്ചപ്പോ തന്നെ എന്തോ ഒരു പ്രത്യേകമായ രുചി പോലെ എനിക്ക് ഫീൽ ചെയ്തു. മുൻപ് എവിടെയും എങ്ങും ഇതേപോലൊരു ബിരിയാണി കഴിച്ചിട്ടില്ലാത്ത പോലൊരു ഫീൽ എനിക്ക് തോന്നിയതാവും എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം കാർത്തിയുടെ ഒരു കോൾ വന്നു. എന്തേലും ആവശ്യത്തിനായിരിക്കും വിളിക്കും എന്ന് കരുതി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോ അവൾ പറഞ്ഞു, ചേച്ചി ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാരും അതിന്റെ മണം പിടിച്ച് എന്നോട് വന്ന് ചോദിച്ചു ഏത് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചെന്ന്. ചേട്ടനോട് ഒരു താങ്ക്സ് പറഞ്ഞേരെ. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.